ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ ആ അടിയിൽ കാണുന്ന സൺസൈഡ് മേൽ ഒന്ന് ഓടി വിരിക്കണം. അതായത് രണ്ടാം നിലയിൽ ഓടി വിരിച്ചപ്പോൾ സെറാമിക്കിൻ്റെ കുറച്ച് ഓട് ബാക്കിയുണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വേണം നമുക്ക് ഓടി വിരിക്കാൻ. അപ്പോൾ ഈ കാണുന്ന സൺസൈഡ് 75 സെൻറ്റ് വീതിയും 8 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് എത്ര 2.5 വരി ഓട് പൊതുവേ സൺസൈഡിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് 2 വരി മേലെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിതാ ചെറിയൊരു ചാട്ടേ കൊടുക്കുന്നുള്ളൂ, പ്രൊജക്ഷന് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഒരു ഓടി ചാടിച്ച് വെച്ചൊരു മാർക്ക് ചെയ്തു. ആ മാർക്ക് എന്ന് പറഞ്ഞാൽ 32 സെൻറ്റി കേട്ടോ. വേണ്ട 32 സെൻറ്റിയിൽ സൺസൈഡിൻ്റെ ഈ വക്കിൽ നിന്ന് ഒന്ന് വരച്ചു. അതേപോലെ ആ മൂലയിലും വരയ്ക്കണം. വരച്ചിട്ട് നമ്മളൊരു നൂലടിച്ച് കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ തോതായി. ഇനി നമ്മൾ രണ്ടാമത്തെ തോത് എന്ന് പറഞ്ഞാൽ സാധാ പട്ടിക, അതായത് ഓടിൻ്റെ അളവ് 35 സെൻറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൂല് പിടിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മളൊരു ആണിയിൽ നൂലടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ചെറിയ വർക്കിനൊന്നും നമ്മൾ ഓവർ 15 ആൾക്കാരൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ആ ഭാഗത്ത് കറക്റ്റ് 35 സെൻറ്റിയിൽ ഒരു ആണി അടിച്ചിട്ട് ആണിമേൽ നൂല് കെട്ടിയിട്ടുണ്ട്. കണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് നൂല് അടിച്ച് കാണിച്ചു തരാം. നമ്മൾ ആ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റും ചളിയും ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാ ചളി മണ്ണാക്കിയിട്ട് ചളിയിൽ വെള്ളമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി കണ്ടോ, ഇവിടെ ആ വട്ടത്തെ തോതുമ്പോൾ 30 സെൻറ്റ് വെച്ചിട്ട് കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈനായി. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സൺസൈഡിൻ്റെ മുകളിൽ ഇങ്ങനെ 2 നൂലടിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും ഏത് പെരക്കും ഓടി വിരിക്കാണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അടിയത്തൊരു വരി ഓൾ റൗണ്ട് പെരൻ്റെ സൺസൈഡിനോട് ചേർത്തുള്ള ഫസ്റ്റത്തെ ഒരു വരി നമ്മൾ എവിടെ കെട്ടുകയാണെങ്കിലും റൂഫിലൊക്കെ ആണെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ മാർക്ക് ചെയ്യാതെ സൺസൈഡിൻ്റെ വക്കിന് തോത് വെച്ച് കണ്ട് 6 അടിക്കോല് കൊണ്ട് പട്ടിക കെട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഓട് ബെൻഡായി പോവും. അപ്പം നമുക്ക് അടിയിൽ ആൾക്കാർ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു വരി ഓടാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, സൺസൈഡിൻ്റെ വക്കിൽ നിന്ന് ഒരു തോത് 30 സെൻറ്റ് ആണെങ്കിൽ അത് വെക്കുക. അതേപോലെ ആ വക്കിൽ ഒരു 30 സെൻറ്റ് വെച്ചിട്ട് നൂലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വരി കറക്റ്റാക്കിയാൽ എത്ര വരി മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് പട്ടികൻ്റെ നല്ലൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇവിടെ ഞങ്ങളെ കുറച്ചല്ല കെട്ടാനുള്ളൂ, ഒരു 3 പട്ടികല കെട്ടാനുള്ളൂ. അപ്പോൾ ഒരു 5 ചട്ടി തേപ്പിൻ്റെ പൊടിക്ക് നല്ലൊരു 1.25 ചട്ടി സിമെൻറ്റ് ഇട്ടിക്കണം. കാരണം വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഓടി വിരിക്കാൻ വരുന്ന സമയത്ത് പട്ടിക പൊട്ടണ്ട വെച്ചിട്ട് നല്ല സ്ട്രോങ് ആക്കുന്നുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ടിക്കണ്. നമ്മൾ കുറച്ച് ഗ്രൗട്ട് ഉണ്ടാക്കി. പിന്നെ ഈ വൈറ്റ് സിമെൻറ്റ് അടിച്ച്, അതായത് തേച്ചിട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്ലേവിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. സാധ്യത കൂടുതലല്ല, ഇവിടെ ഭയങ്കര സ്ലിപ്പാവുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് അടിയിൽ പോയിട്ട് എകരം കെട്ടിക്കാണ്ട് ഹൈറ്റ് കെട്ടി പണിയെടുത്ത് വരുമ്പോഴത്തേന് ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഹൈറ്റിനുള്ള സാധനമൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ സിമ്പിളാക്കിയിട്ട് ഇതാ പട്ടിക കെട്ടുന്ന കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പട്ടിക കെട്ടുമ്പം സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് കൊടുക്കണം. അതുപോലെ ഒന്ന് ഗ്രിപ്പ് ചട്ടയം കൊണ്ടൊന്ന് ഗ്രിപ്പാക്കണം. നല്ലതാണ്. മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീനോടൊന്ന് ഗ്രിപ്പ് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. ഞങ്ങളിതാ ഒരു ദിവസം നമുക്ക് രാവിലെ വന്ന് ചെയ്യാനുള്ളൊരു വർക്കില്ല. അതുകൊണ്ട് നമ്മൾ 3 പട്ടികയല്ലേ ഉള്ളൂ. നമ്മൾ വൈകുന്നേരം ഒരു പണി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പട്ടിക കെട്ടുക എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം ഓടി ഇരിക്കാമല്ലോ. അപ്പോൾ നമ്മളിതാ ഈ 3 പട്ടിക കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വക്കത്ത് ഇപ്പം തന്നെ ഇതിൻ്റെ വക്കത്ത് ഒരു 3 ഇഷ്ടിക വരുന്നുണ്ട്, ഒരു 3.5 ഇഷ്ടിക വരുന്നുണ്ട്. ആ ഇഷ്ടികയും പാടെ കെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റായി. കണ്ടോ, അപ്പോൾ ആ 3 ഇഷ്ടിക വക്കത്ത് തേപ്പിൻ്റെ കനം മൈനസാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഫുൾ പട്ടി കെട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ, ഇതാ ഞങ്ങളിപ്പോൾ ഓടി വിരിക്കാൻ വന്നതാണ്. ഇതുപോലെ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം വന്ന് വിരിക്കാനുള്ള കേട്ടോ. ചെറിയ വർക്കല്ലേ, നമുക്കൊരു ദിവസം വൈകുന്നേരം വരെ എടുക്കാനുള്ള പണിയില്ല. ഇപ്പം നമ്മൾ ആദ്യം വേണ്ടി എന്താ വെച്ചാൽ, ആ വശത്തെ ഒരു പട്ടിക നമ്മൾ തേക്കുക ചെയ്യുന്നത്. കാരണം നമ്മൾ അന്ന് കോല് വെച്ച സമയത്ത് നമുക്കൊരു 1/2 സെൻറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു എഡ്ജ് സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ ആ പഴയ സൺസൈഡിൻ്റെ വക്കുമായിട്ട് അത് കറക്റ്റ് ചേർത്ത് തേച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ കാണുമ്പം മയപ്പാത്തി ഇല്ലാത്തതല്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ പെയിൻറ്റിങ് ഒരേ ലെവലിൽ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മയപ്പാത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അതിൽ കവറായി പോട്ടോ. ഇനി നമ്മൾ ഓടി വിരിക്കുകയാണ്. ആ കാണുന്ന സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കവിടെ ഒരു സ്ലേവിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ മൂലൊന്നും വരുന്നില്ല. അവിടെ ഇഷ്ടിക കെട്ടേണ്ട ആവശ്യമില്ല. അവിടുന്ന് ഇങ്ങനെ വിരിച്ച് പോകുന്നുണ്ട്. ഫസ്റ്റത്തെ ഒരു ഓട് എന്ന് പറഞ്ഞാൽ ഗ്രൗട്ട് വെച്ച് കുമ്മായത്തിൽ പതിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വിരിച്ച് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സംഭവം അതൊക്കെ സിമ്പിൾ വർക്കാണ്. ഇതുപോലത്തെ വലിയ വലിയ സൺസൈഡിൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവും.
പിന്നെ ഓട് നമ്മൾ മുറ്റത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലേ വേഗം കൊണ്ടേ കൊടുത്താലും പ്രശ്നമില്ല, മുറ്റത്ത് വെച്ചാൽ ചളി കയറും. കണ്ടോ, മഴ പെയ്തിട്ട് ഇപ്പോൾ ഓടുമ്പിലൊക്കെ ചളി ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ പെട്ടെന്ന് നമുക്ക് വർക്ക് നടക്കുന്ന ഒരു സൈറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഓട് ഇവിടെ എടുത്ത് വേഗം വിരിക്കണത്. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന ബാക്കിൽ നമുക്കൊരു 4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ പൊതുവേ നമുക്ക് ഒരു അരക്കഷ്ണം ഓടുമ്പാടെ വിരിച്ച് വെക്കാൻ മാത്രമേ ഉള്ളൂ. ചാട്ടം കുറച്ച് കൂട്ടിക്കാണ്ട് നമുക്കവിടെ ഒരു അരക്കഷ്ണം കൊടുക്കുക. പക്ഷേ അവിടെ ചാട്ടം കുറച്ച് കാണ്ട് നമ്മൾ ഈ ബാക്കിൽ 4 ഇഞ്ചിൻ്റെ ഗ്യാപ്പാക്കി ഒതുക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു ഓവർ സ്ട്രോങ് ഒന്നും ഇല്ലാത്ത കോലത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തേക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൺസൈഡിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചില ആൾക്കാരൊക്കെ നമുക്ക് ഏകരൊക്കെ കെട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇതിപ്പം ഈ സൈറ്റിൽ വൈറ്റ് സിമെൻറ്റ് അടിച്ചത് കൊണ്ടാണ്. വൈറ്റ് സിമെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ്, മാലൊക്കെ ഇട്ടിട്ട് കറക്റ്റ് സൺസൈഡിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് കറക്റ്റ് മാല് വെച്ചുകൊണ്ട് സിമ്പിളാക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതുപോലെ ഈ തേച്ച വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച സ്ഥലത്ത് ആരും മുകളിൽ കയറി നിൽക്കാണ്ട് ചെയ്യാതൊക്കെയാണ് നല്ലത്. നമുക്ക് പെട്ടെന്ന് നമ്മൾ വീണു പോകും, അതിനുകൊണ്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഓടൊക്കെ വിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ 8.75 സെൻറ്റ് വീതിയും 8 മീറ്റർ നീളമുള്ള ഈ സൺസൈഡ് മേൽ ആകപ്പാടെ വന്നിട്ടുള്ളത് 65 ഓടാണ്, 2 വരി ഓട്. ഇനി നമ്മൾ ഈ അരക്കഷ്ണം ഓടുമ്പാടെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വേസ്റ്റ് ആവുക ചെയ്യാം. അതുകൊണ്ട് നമ്മൾ 2 വരി ഓട് വെച്ചിട്ട് സിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. കറുത്ത പെയിൻ്റ് അടിക്കാനാണ് ക്ലൈൻറ്റിൻ്റെ ആവശ്യം. നമുക്ക് വേണമെങ്കിൽ റെഡ് ഓക്സൈഡ് കറുപ്പുള്ള കാവിപ്പൊടി കൂട്ടിക്കാണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അതൊന്നും പാടെ ഒരു കറുപ്പായിട്ട് കാണാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളിതാ വൈകുന്നേരം വന്നിട്ട് ഇതാ 1 മണിക്കൂറിൻ്റെ പണി നമുക്ക് ഇതിനൊക്കെ ഉള്ളൂ സിമ്പിളാക്കിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ, ഈ കാണുന്ന സൈഡിൽ ഇഷ്ടിക ഒന്ന് തേക്ക ചെയ്യുന്നത്. ഇഷ്ടിക വരെ കറക്റ്റ് ഓടി വിരിച്ചിട്ട് മുട്ടിച്ച് വെച്ചുകൊണ്ട് ഈ തേപ്പ് കറക്റ്റ് ഇഷ്ടികയിലേക്ക് മടക്കി വെക്കുക. പിന്നെ ഈ സൺസൈഡ് മേലെ ഓടിയിരിക്കുക പറഞ്ഞാൽ വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങളിവിടെ മൊത്തത്തിൽ 3 പട്ടികയാണ് കെട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ മൂന്നാമത് ഒരു അരക്കഷ്ണം ഓടുമ്പാടെ വെക്കുന്നുണ്ടെങ്കിൽ 4 പട്ടിക വരും. അപ്പം അടിയത്തെ 2 വരി പട്ടിക കിടത്തി വെച്ചിട്ട് മൂന്നാമത്തെ ഒരു പട്ടിക കുത്തനെ വെച്ചിട്ടാണ് പട്ടിക കെട്ടിയിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടിയത്തെ പട്ടിക ഡബിളാക്കി കുത്തനെ വെച്ച് കെട്ടുകയാണെങ്കിൽ 2 ഇഞ്ച് കനത്തിൽ കെട്ടുകയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പം, അതായത് മയപ്പാത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ സൺസൈഡിൻ്റെ വക്കിൻ്റെ കനം 6 ഇഞ്ചോളായിട്ട് വരും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അടിയത്തെ 2 വരി പട്ടിക കിടത്തി വെച്ചിട്ട് ലാസ്റ്റത്തെ വരി പട്ടികയാണ് നമ്മൾ കുത്തനെ വെച്ചിട്ടുള്ളത്. അതൊന്നും അടുത്തൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ 2 നൂല് അടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഈ വൈറ്റ് സിമെൻറ്റ് അടിച്ച സൺസൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ചട്ടി കോലൊന്നും വെക്കാൻ രണ്ടാൾക്ക് ഒരേ സമയം നിന്ന് പണിയെടുക്കാൻ കഴിയൂല മുകളിൽ നിന്നുകൊണ്ട്. അതിനെക്കൊണ്ടാണ് നമ്മളങ്ങനെ നൂലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നൂലിന് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ച് എല്ലാ പട്ടിയും ഒരേ സമയത്ത് വെച്ച് പോരാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നൂല് അടിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സിമെൻറ്റ് ബാക്കിൽ വെച്ച സിമെൻറ്റൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഈ കോണിയിൽ കയറി കണ്ടൊന്ന് കേകിയാൽ ഈ സിമെൻറ്റിൻ്റെ കളറൊക്കെ പോവും. നമുക്കൊന്ന് ഫിനിഷാക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ. മണ്ണിൻ്റെ കുറച്ച് ചളിയൊക്കെ ഉണ്ട്, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അതിന് ലാസ്റ്റ് അവസാനം നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് കണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ആ സിമെൻറ്റിൻ്റെ കളറൊക്കെ ഫുള്ളായിട്ട് പോയി കിട്ടും. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.